ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗൈസ് ഈ ചാനൽ ആദ്യമായിട്ട് ഗൈസ് ഗ്രാനി 1ൻ്റെ വീഡിയോ ഗൈസ് ഇടാൻ പോവാണ്. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സോ എൻ്റെ ഫോണിലത്തെ സ്ക്രീൻ റെക്കോർഡുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HD ക്വാളിറ്റി വരും ഗൈസ്. HD ഒന്നും ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോണിലത്തെ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി പറ്റാറുണ്ട്. ഒരു പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ ഗൈസ് ഒരു പണി പറ്റി ഗൈസ്. നമ്മുടെ അത് റെക്കോർഡ് ചെയ്യില്ല, ബ്ലൈൻഡായിട്ടിരുന്ന് ദേ പോണു ഗ്രാനത്തുള്ള ഗീസ്. അവിടെ പോകണ്ട ഗീസ്, നമുക്ക് നേരെ താഴേക്ക് പോകാം ഗീസ്. എൻ്റെ പൊന്നെ എങ്ങോട്ടൊക്കെ പോകണം ഇത് ഗീസ്. നമ്മൾ വാതിൽ പറഞ്ഞാൽ താഴേക്ക് കൊണ്ട് നമ്മുടെ കാറുള്ള സ്ഥലമില്ലേ. ഒന്ന് നമ്മൾ സിൽവർ എസ്കേപ്പാണ്, മറ്റേ സിൽവറോ മറ്റേ ആ സംഭവം എസ്കേപ്പ് ചെയ്യാനാണ് പ്ലാൻ ഗീസ്. സോ ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേരെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേരെ ഗീസ്. നമുക്ക് ഗ്രാനി തള്ളേനെ വിളിക്കാം ഗീസ്. ഗീസ് തള്ള വന്നിട്ടുണ്ട് ഗീസ്. നമ്മൾ കണ്ടില്ല ഗീസ്, നമ്മളാ പെണ്ണുമ്പുള്ള കണ്ടില്ല ഗീസ്. നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഗീസ് ലൈവായിട്ട് ചാവണ കാണാം ഗീസ്. ഇനി അത് പൊളിച്ചു വല്ല ഇറങ്ങുമോ ഗീസ്, പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇനി പൊളിച്ചു വന്നാലോ? ഗീസ് ഗ്രാനി തട്ടിപ്പോയിട്ടുണ്ട്. 2 മിനിറ്റേക്കാണ് തട്ടിപ്പോയേക്കണേ. അപ്പോഴത്തേക്കും ബാക്കി പണിയെല്ലാം ഗീസ് ചെയ്യാം. നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നുണ്ട് ഗീസ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. ഇതാണ് ഗീസ് ഷോർട്ട് കട്ട് വഴി. ഗീസ് ഇവിടെ പെട്ടിയൊക്കെ തട്ടി മാറ്റിയിട്ടുണ്ട് ഗീസ്. പാർട്ട് ഓഫ് എ ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വേഗം കൊണ്ടുപോയി, സമയമില്ല, വേഗം കൊണ്ടുപോയി വെക്കാം ഗീസ്. നമ്മൾ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ഓഫ് എ ഷോർട്ട് ഗണ്ണ് വേറെ ഒന്നും കിട്ടി. പിന്നെ ഓർമ്മ നമ്മുടെ കാറുള്ള ആ മുറിയിലുണ്ട്. നമുക്ക് ഷോർട്ട് ഗണ്ണും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് പൊളിക്കണം ഗീസ്. ഗ്രാനിയെ അടിച്ച് ഉറക്കണം ഗീസ്. ഗ്രാനിയെ അടിച്ച് ഉറക്കാം. അപ്പോൾ ഇതും കൊണ്ട് കുറേ ഗുണമുണ്ട്. കാക്കേനെ വെടിവെക്കാം ഗീസ്. അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഇതും കൊണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തേക്കാം ഗീസ്. ഈ പുക ഇതുവരായിട്ട് നിന്നില്ല, ഓഫ് ചെയ്യൂ. അല്ലെങ്കിൽ ഗ്രാനിയുടെ കറണ്ട് കാശും കൂടും. അല്ലെങ്കിലും ഗ്രാനി പിശുക്ക. അല്ല, ഗ്രാനിയുടെ കാശും കൊണ്ടല്ല, ഗ്രാൻഡ്പയുടെ കാശും കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ. ഗ്രാൻഡ്പ പിന്നെ റിച്ച് അല്ലേ. ഗ്രാൻഡ്പ ഏതോ അംബാനിയാണ് ഗീസ്. പറഞ്ഞതല്ല, എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കണം ഗീസ്. പാർട്ട് ഓഫ് ഹെഡ് ഷോട്ട് ഗീസ്. ഹെഡ് ഷോട്ട് അടിച്ചുകൊണ്ട് തന്നെ 2 മിനിറ്റ് 30 സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റീലോഡ് ചെയ്യാം ഗീസ്. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്ഥലമുണ്ട് ഗീസ്, നമ്മുടെ പായലും പൂപ്പിലൊക്കെ ഉള്ള അവിടെ പോവാം. അതിന് മുമ്പ് ഗീസ് കാക്കേനെ വെടിവെക്കാം ഗീസ്. നമ്മൾ ഗ്രാനീനെ വെടിവെച്ചിട്ട് വേണം ഗീസ് നമ്മൾ കാക്കേനെ അലക്കാൻ വേണ്ടിയിട്ട്. കാരണം കണ്ടിട്ടല്ലോ, നമ്മൾ വെടിവെച്ചിട്ട് വേണം കാക്കേനെ അലക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഗ്രാനി ഉള്ളപ്പോൾ നമ്മൾ കാക്കേനെ കൊല്ലരുത്. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനി നമ്മുടെ പുറകെ വരും, ഗ്രാനിയും ആഞ്ചലീനയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാനിനെ കൊന്നിട്ട് വേണം കാക്കേനെ വെടിവെച്ച് കൊല്ലാൻ ഗീസ്. ഇനി ഗീസ് ഞാനൊരു ഇതുണ്ടല്ലോ, മറ്റേ എന്താണ് ഇവിലില്ലേ, അതിൻ്റെ ഗെയിം പ്ലേ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഗെയ്സ് നമ്മുടെ ഗ്രാനി 3യുടെ ഗെയിം പ്ലേയും വേണം. പിന്നെ കുറച്ച് KBFC പരിപാടികളുണ്ട്. നമ്മുടെ ഈ ചാനൽ സ്പോർട്സും പിന്നെ ഗെയിമിങ്ങും ഒക്കെ ചേർന്ന ഒന്നാണ്, അതറിയാലോ. നമ്മൾ ഷോർട്സായിട്ട് സ്പോർട്സിൻ്റെ ഒക്കെ ഇടാറുണ്ട്. KBFCയുടെ ബിഗ് ഫാനാണ് ഗീസ് ഞാൻ. പറഞ്ഞ ഇത്തവണ ഹെഡ് ഷോട്ട് തന്നെ. ഇത്തവണ ഹെഡ് ഷോട്ടല്ല, വായ ഷോട്ടായി പോയി. എന്തായാലും സാരില്ല, നേരെ പോവാം. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് ഉണ്ടോ. അടീക്കോടെ പതുക്കെ ഈസ്. ഗ്രാനിക്ക് പല്ല് കേൾക്കാറൊന്നുമില്ല ഈസ്, കണ്ട. ഇനി മുറുക്കാൻ ചോദിച്ച് തുപ്പിയതാണെന്ന് ഡൗട്ടുണ്ട്. കാരണം മോന്ത വരുമ്പോൾ ചോരയാണോ മുറുക്കാനാണോ ഗീസ്. നമ്മൾ ഗ്രാനിയുടെ കാക്കേനെ തട്ടി കളഞ്ഞു ഗീസ്. ഗ്രാനി ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗ്രാനി ഉള്ളപ്പോൾ തട്ടിക്കഴിഞ്ഞ് നമ്മൾ കത്തമായേനെ. ഓക്കെ,
നമുക്കിനി ഒരു ബുള്ളറ്റും കൂടെ റീലോഡ് ചെയ്തിട്ട് ഗീസ് താഴെ ഫ്രീസ് ട്രാപ്പ് ഉണ്ട്. സോ ട്രാപ്പ് എടുത്തുകൊണ്ട് വരാം ഗീസ്. നമുക്ക് റസ്റ്റി പാഡിലേക്ക് കിട്ടിയാന്ന് ഗീസ്. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ മറ്റേ ആ സാധനം ഊരിക്കഴിഞ്ഞപ്പോൾ ഗീസ് ഇതാണ് ഗീസ് ആ ഒരു സ്ഥലം ഗീസ്. അവിടെ സ്റ്റിക്കുണ്ട് കേട്ടോ, സ്റ്റിക്കും പിന്നെ നമ്മുടെ ഫ്രീസ് ട്രാപ്പ് ഉണ്ട്. സോ ഫ്രീസ് ട്രാപ്പ് എടുക്കാം നമുക്ക്. കാരണം ഇപ്പോൾ ഗ്രാനി ഉണർന്നിട്ടുണ്ടാവും. സോ ഗ്രാനി ഒന്ന് അലക്കാം ഗൈസ്. ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പ് ഇട്ടേക്കാം. ഈ സ്റ്റെപ്പിൽ ആണെങ്കിൽ കുഴപ്പമില്ല ഗീസ്. ഗീസ് ഇവിടെ നമ്മൾ ഇടാം ഗീസ്. സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഇട്ട് ഗീസ് നമ്മൾ എണീറ്റിട്ടാ ചിലപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ വീഴാൻ ചാൻസ് കൂടുതലാട്ടോ ഗീസ്. യെസ് ഗൈസ്, ഗ്രാനി അതിൻ്റെ മുകളിൽ വീണിട്ടുണ്ട്. സോ നമുക്ക് റെസ്റ്റി പാഡിലേക്ക് അങ്ങ് എടുക്കാം. എന്നിട്ട് താഴെ കൊണ്ടിടാം ഗൈസ്. താഴെ കൊണ്ട് ഇവിടെ ഇട്ടേക്കാം, ആവശ്യം വരും. സോ എല്ലാം പെട്ടെന്ന് വേണം ചെയ്യാൻ ഗീസ്. ഇവിടെ എന്താ ഗീസ്, ഇവിടെ സ്പെഷ്യൽ കീ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം പോയിട്ട് ബുക്ക് എടുക്കാം ഗീസ്. അതാണ് നമ്മുടെ ആഞ്ചലീനയോ മറ്റേ എട്ടുകാലി മമ്മൂഞ്ഞില്ലേ അതിൻ്റെ അടുത്ത് പോകാനുള്ള ബുക്കാണ്. ഈ ഏഞ്ചലീന് പഠിപ്പിയാണ്. സോ ഈ ബുക്ക് കൊടുക്കാം ഗീസ്. ഇതിലെന്തൊക്കെയോ കൂടോത്രത്തിൻ്റെ എന്തോ മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഗീസ്. ഇതെന്തോ കൂടോത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗീസ് ആഞ്ചലീനയ്ക്ക് ഈ ബുക്ക് വേണ്ടത്. എന്നാണ്ട് കൂടോത്രത്തിൻ്റെ പരിപാടിയാണ് ഗ്രാനിക്കും ആഞ്ചലീനയ്ക്കും. കൂടോത്രം നമ്മളെയും പിടിച്ചുകൊണ്ട് കൂടെ ഇട്ടു. പക്ഷെ കൂടോത്രത്തിനേക്കാളും വലിയ സാധനങ്ങളല്ലേ ഗ്രാനിയുടെ വീട്ടിലുള്ളേ. ഗ്രാനിയുടെ വീട് ഒരു വർക്ക്ഷോപ്പാണോന്ന് ഒരു ഡൗട്ടുണ്ട് ഗീസ്. കാറും ഒരു വീടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കണേ ഗീസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാം ഗീസ്. ഇതാണ് ഗീസ് ഗ്രാനിയുടെ അണ്ടർഗ്രൗണ്ട് ബേസ്. അതുപോലെ ഇവിടെയാണ് ഗ്രാനിനേക്കാളും വലിയ സാധനമുള്ളത് ഗീസ്. ഗ്രാനി ഇപ്പോഴും ഗ്രാനി തവിട് കൂടിയായി. എൻ്റെ മോനെ, നമുക്കിനി നേരെ പോവാം ഗീസ്. റസ്റ്റി പാഡിലേക്ക് ഇതിൻ്റെ ഉള്ളിലിട്ടില്ല. സോ ഉള്ളിലിടാം ഗീസ്. നമ്മൾ ചേർന്നിട്ട് വേണം, അല്ലെങ്കിൽ ഉള്ളിൽ കയറില്ല. സോ നമുക്ക് ഇനി നമ്മുടെ സ്റ്റിക്കും പിന്നെ മറ്റേ റിമോട്ടും ഉണ്ട്. സോ നമുക്ക് പോയിട്ട് റിമോട്ട് എടുത്തുകൊണ്ട് വരാം ഗീസ്. റിമോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെ സാധാരണ റിമോട്ട് ടി വിക്കാണ് പോയിക്കണം. പക്ഷേ ഗ്രാനി ഗീസ് ടി വിക്കല്ല ഗീസ്. ഗ്രാൻഡ് ടി വി ഒക്കെ ഓട്ടോമാറ്റിക്കാണ്. വെറുതെ ചെന്ന് മോന്ത കാണിച്ചു കൊടുത്താൽ മതി ഗീസ്. ഗ്രാനിയുടെ മോന്ത കാണിച്ചു കൊടുത്താൽ മതി, ഗ്രാനിയുടെ ടി വി ഓണാവും. ഞാനിത് എങ്ങോട്ട് പോകണം ഗീസ്? മുകളിലല്ലേ സംഭവം. അവിടെ ഗ്യാസ് ക്യാനൊക്കെ ഉണ്ട്. ഓ ഗീസ്, ചെയിൻ കട്ടർ കിട്ടി. അപ്പം നമ്മൾ എസ്കേപ്പ് ചെയ്യാനുള്ള സകലമാന സാധനങ്ങളും കിട്ടിയിരിക്കുന്നു. സോ ഇനി സ്പൈഡർക്ക് റെഡി ആയിരുന്നു നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ വടിയില്ലേ ഈ വടിയും കൊണ്ട് ഗ്രാനീനെ അടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അടിച്ച് ഇവിടെ നിന്ന് ഓടിച്ചേനെ. പക്ഷെ അതിലും വലിയ സാധനം ഗ്രാനിയുടെ കയ്യിലിരിക്കണേ, ബേസ്ബോളിൻ്റെ ബാറ്റ്. ഓക്കെ, നമ്മളാണെങ്കിൽ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സോ ഗ്രാനി അമ്മച്ചി വേഗം വരൂ. ഓയ് ഗേസ് അമ്മച്ചി, ഗേസ് ബഗ് അടിച്ചു തോന്നുന്നു. ഗേസ് ഫ്രീസ് ട്രാപ്പ് വെച്ചിട്ടും കയറിയില്ല. എൻ്റെ മോന് ഗേസ് ദേ നോക്കിയേ, ഫ്രീസ് ട്രാപ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് മതിയില്ല. ഇതെന്നെ സംഭവം? ഗേസ് ബഗ് അടിച്ചു തോന്നുന്നു. ഓ ഗേസ് മനസ്സിലായി, നമ്മുടെ ഷോട്ട് ഗണ്ണ് അതിൻ്റെ മുകളിലിരിക്കണം. അതുകൊണ്ടാണ് പണ്ടാരും ഗേസ്. ഓക്കെ, നമ്മൾ മാറിയിട്ടുണ്ട്. സോ വാ കയറ്. എൻ്റെ പൊന്നമ്മച്ചൊന്ന് കയറ്. അങ്ങനെ തന്നെ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇനി സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ജനലിൻ്റെ അവിടെ കൊണ്ട് ഇട്ടേക്കാം. സോ ഇതൊരു ബഗ്ഗാണ്. സോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമുക്കുണ്ടല്ലോ സിമ്പിളായിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം. എനിക്കൊന്ന് സിൽവർ എസ്കേപ്പാണ് സിമ്പിൾ എസ്കേപ്പ്. കാരണം ഡോർ എസ്കേപ്പിനൊക്കെ 16 സാധനങ്ങൾ വേണം. പക്ഷേ നമുക്ക് 3 സാധനങ്ങൾ ഒരു വേദം. എൻ്റെ ആഞ്ചലീന വരുമോ? എൻ്റെ കാലൊന്നും പിടിക്കണ്ട. നമ്മളെ കാല് പിടിക്കുവാണ് ഗീസ്. എൻ്റെ കാല് പിടിച്ചു. ഞാൻ മുതലാളി ഒന്നുമല്ലല്ലോ. നമ്മളാ ബുക്ക് കൊടുത്തതിനാണ് ആഞ്ചലീന
ആ നമ്മുടെ കാല് പിടിച്ചത് ഗീസ്. നമ്മൾ വലിയ റിച്ച് ആളുകളല്ലേ. അല്ല എന്തിലാവട്ടെ, നമുക്ക് ഈ ആഞ്ചലീനയുടെ ആത്മാവിന് ശാന്തി കിട്ടും ഗീസ്. അങ്ങനെയാണെങ്കിൽ ആഞ്ചലീന സ്പൈഡറാവും. എന്നാ പിടിച്ചോ ഗീസ്. ഗ്രാനി ഒന്നുകൂടി മലക്കിയിട്ടുണ്ട്. സോ ഗ്രാനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്ന് കൊടുത്തതാണ്. ഇനി സ്പൈഡർക്ക് എടുക്കുക, താഴേക്ക് ചാടുക. സ്പൈഡർക്ക് എടുത്തു എടുക്ക് ഗീസ്. എടുത്തിട്ടുണ്ട് നമ്മൾ സ്പൈഡർക്ക്. ഇനി താഴേക്കാണെങ്കിൽ ഗീസ്. ഇനി ഗ്രാനിനെക്കാളും വലിയ ആളാണ് വരാൻ പോണത്. സോ എന്തായാലും ഒരു പക്ഷം തട്ടിപ്പോയില്ലെങ്കിൽ അവനാണ് ഗീസ് ഹീറോ ഗീസ്. ഇതിൽ ഭയങ്കര പാടാണ് ഗീസ്. ഒരു കുഞ്ഞ് റൂം ഗീസ്, ഒരു കുഞ്ഞു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമന്ന് കിടന്നിട്ട് ഗീസ് പോകണം ഗീസ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഗീസ്. ആ സ്ഥലത്ത് വേറൊരു ഗ്രാനി, ആ ഗ്രാനിക്ക് 100-112 ആണ് ഈ സ്പീഡ്. നമ്മളൊന്നങ്ങ് അടിച്ചിട്ട് പോവും. സോ നമുക്ക് ചെയിൻ കട്ടർ അങ്ങ് എടുക്കാം. സോ നേരെ അങ്ങ് പോവാം ഗീസ്. ഇപ്പം ആഞ്ചലീന് ഇതിൽ കൂടെ പോകും ഗീസ്. അതാണ് ഞാൻ കണ്ട അത് ഈ ഗെയിമിൻ്റെ കമ്പനി തന്നെ കൊടുത്തേക്കണതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഉണ്ടാവോ ഗൈസ്? ദേ എൻ്റെ പുറകെ പറഞ്ഞു. എടാ ഗൈസ് കയറില്ല. അയ്യോ എൻ്റെ അമ്മ ഗൈസ്, ജസ്റ്റ് മിസ്. ഒള്ളിയാ ഗൈസ്. കാല് കണ്ടോ ആ ജീവിയുടെ? ഓക്കെ, നമുക്കിവിടെ ഡ്രോപ്പ് ഇട്ട് വിളിക്കാം ഗൈസ്. ഗൈസ് ഡ്രോപ്പ് ചെയ്യേണ്ട അല്ലാണ്ടും വന്നു ഇത്. ഗൈസ് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാണ്ട് ഈ സാധനം വന്നു. പോയി പല്ലേക്ക് ഗൈസ്. നമ്മുടെ ആഞ്ചലീന ഗിഫ്റ്റ് നമ്മൾ ബുക്ക് കൊടുത്തില്ല, ആ സാധനമാണിത് ഗീസ്. ഇവർ പായലിനൊക്കെ ഉണ്ടോ ഗീസ്? നല്ല ഗ്രാഫിക്സ് ഇല്ല ഗീസ്. പായലിനൊക്കെ ഇച്ചാതി ഗ്രാഫിക്സ് കണ്ട. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോഴാണ് ഗീസ് പായലിനൊക്കെ ഗ്രാഫിക്സ് ഒന്ന് എന്തിലാവട്ടെ. അമ്മച്ചി ഹോയ് ഗീസ്, ഇങ്ങനെ വായും പൊളിച്ച് കുറേ നേരമായി. നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയാലോ ഗീസ്? പോകാനാണ് എൻ്റെ തീർമാനം. രണ്ടും കൽപ്പിച്ച് ഞാൻ പോവാണ്. ആഞ്ചലീന ഒന്നും ചെയ്യരുത് ഈ വഴിയിൽ. ആഞ്ചലീനിൻ്റെ പുറകിലുണ്ട് ആഞ്ചലീനിൻ്റെ പുറകിലുണ്ട്. വേഗം കേറടാ. അയ്യോ യെസ്, മറ്റേ ജീവി എൻ്റെ പുറകിലുണ്ടായിരുന്നു കേട്ടോ. യെസ്, മറ്റേ ശബ്ദമില്ല ഗീസ് അത്. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ സൗണ്ട് ഇട്ടണത്. സോ ഇതിൽ കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. വുഡൻ സ്റ്റിക്ക് ഇവിടെ ഇട്ട് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് സൗണ്ട് ഉണ്ടാകാം. ഗീസ് ദേ വന്ന് ഇരിക്കണം ഗീസ്. നമുക്ക് പോയാലോ? കുറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് പോവാം ഗീസ്. എനിക്ക് ഒന്നുകൂടി വിളിച്ചു വരുത്തിയിട്ട് അതേ വന്നു ഗീസ്. അത് അങ്ങോട്ട് പോവാം, നമുക്ക് പോയാലോ എന്നാ? അമ്മച്ചി കണ്ടു. അയ്യോ ജസ്റ്റ് മിസ്. യെസ്, സുഖമായിട്ട് ലാലാന്ന് പാടി പോവാണ് ഗീസ്. ഓ ഗീസ് ബെസ്റ്റ് ഗീസ്. നല്ലൊരു അവസരമാണ് ഗീസ്, നല്ലൊരു അവസരം. ഏഞ്ചലീന ഓ ഗീസ്, ഏഞ്ചലീന അപ്പുറത്താണ്. സോ നമുക്ക് വേഗം കൊണ്ടിത് വെക്കാം ഗീസ്. വേഗം കൊണ്ടിത് വെക്കാം. എന്നിട്ട് ഇനി വേഗം പോവാം ഗീസ്. എല്ലാം ചടപടയെന്നാവട്ടെ ഗീസ്. ദേ കണ്ട് അമ്മച്ചിയെല്ലാം പിടിക്കരുത് ഗീസ്. അതിന് നല്ല സ്പീഡാട്ടോ ഗ്രാനിയേക്കാളും. എൻ്റെ അളിയാ ഗീസ്, ഹാർഡ് മോഡിലത്തെ സ്പീഡാണ് അതിന്. ഒയ്യോ എൻ്റെ അമ്മ. ഓക്കെ, റെസ്റ്റി പാഡിലൊക്കെയും കൊണ്ടുപോയി നമുക്ക് വെക്കാം ഗീസ്. ഇതാണ് ലാസ്റ്റ്, നമ്മൾ എസ്കേപ്പ് ആവാൻ പോവാണ്. അയ്യോ ഗീസ്, നമുക്കിനി 5 ദിവസമുണ്ട്. സോ അയ്യോ ലെറ്റ്സ് അമ്മച്ചി. എൻ്റെ അമ്മ ഗീസ്, ടു ക്ലോസ്. എൻ്റെ അമ്മേ ഗൈസ്, ഇപ്പം ഞാൻ തീർന്നേനെ. ഒയ്യോ ഗീസ്, തലനാരടക്കെയാണ് രക്ഷപ്പെട്ടത് ഗീസ്. ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട ഗീസ്, എനിക്കൊന്നും സേഫ് അല്ല ഗീസ്. നമുക്ക് ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വിളിക്കാം ഗീസ്. ഒട്ടും സേഫ് അല്ല ഇത്. ഡ്രോപ്പ് ചെയ്താൽ റെസ്റ്റി പാഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ദേ വന്നിട്ടുണ്ട് കേട്ടോ. ഹേയ് അമ്മച്ചി, ഹൗ ആർ യു? യെസ്, അതങ്ങോട്ട് ഗീസ്. കാലുണ്ട കാല് പോലും തേച്ചൊഴിച്ച് മര്യാദക്ക് കുളിക്കില്ല.
ഗീസ് നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോവാം ഗീസ്. അമ്മച്ചി അതേ കൂടെ പോയിട്ടുണ്ട്. സോ ഷോർട്ട് കട്ട്. യോ ഗീസ് നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി ഗൈസ്. എസ്കേപ്പ് ആയി. യെസ് മച്ചമ്പി ഗ്രാനി. ഓക്കെ ബൈ. ഹായ് അമ്മച്ചി എവിടെയായിരുന്നു? മുട്ടുവേന എന്ന് പറഞ്ഞിട്ട് ഒളിഞ്ഞു നോക്കണ്ടല്ലോ. ഹായ് എവിടെയാന്നു? യോ ബ്രോ ഒരു പല്ലേക്ക്. ദ എൻഡ്. സോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ റോഡ് ടു 1K.